Hello guys, this video I am going to talk drawing tools. We will previous video user interface. Okay, now we start. We drawing start unit set. Okay, very basic. Unit set just UN type enter. Okay, UN enter. Unit dialog box open. That is length in type. Decimal. Okay, 5 type ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആർക്കിടെക്ചറിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിസിഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചസിലായിരിക്കും, അതുപോലെ തന്നെ ഫ്രാക്ഷനിലും ആയിരിക്കും. എഞ്ചിനീയറിംഗ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിസിഷൻ വരുന്ന ഇഞ്ചസിൽ തന്നെയാണ്, പക്ഷേ പ്രിസിഷൻ ഡെസിമലിലായിരിക്കും, ഡെസിമൽ ഫോമിലായിരിക്കും വരുന്നത്. ഇനി അതുകൂടാതെ നമുക്ക് ഡെസിമൽ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലാതെയുണ്ട്. അത് കൊടുത്താൽ ഡെസിമൽ ഫോമിലായിരിക്കും പ്രിസിഷൻ വരുന്നത്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രിസിഷൻ വരുന്നത് ഫ്രാക്ഷണൽ ഫോമിലായിരിക്കും. ഓക്കെ, ഇനി അതുകൂടാതെ തന്നെ നമുക്ക് അഞ്ചാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്, സയൻറ്റിഫിക് എന്ന് പറയുന്നത്. സയൻറ്റിഫിക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പോണൻഷ്യൽ ഫോമിലായിരിക്കും അതിൻ്റെ പ്രിസിഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡെസിമൽ സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ പ്രിസിഷൻ സെലക്ട് ചെയ്തു. നമുക്ക് വേണ്ട പ്രിസിഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സ്കെയിൽ ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ആണെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സെൻറ്റിമീറ്റർ ആണെങ്കിൽ സെൻറ്റിമീറ്റർ സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ യൂണിറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലിമിറ്റ് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ലിമിറ്റ് അങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ LIM ആണ് അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. LIM എൻ്റർ കൊടുക്കുക. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ഒരു 10 സെൻറ്റ് പ്ലോട്ട് നമ്മളെ കയ്യിലുണ്ട്, അതിനകത്തൊരു വീട് വയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 10 സെൻറ്റിന് പുറത്ത് നമുക്ക് വീട് വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ 10 സെൻറ്റാണ് എൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്, ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇപ്പോൾ പറയാം. അപ്പോൾ ഞാനിപ്പോൾ ലോവർ ലെഫ്റ്റ് കോർണർ ആദ്യം ചോദിച്ചിരിക്കുന്ന ലിമിറ്റ് എൻ്റർ അടിക്കുമ്പോൾ ലോവർ ലെഫ്റ്റ് കോർണർ ചോദിക്കും. ലോവർ ലെഫ്റ്റ് കോർണർ ഞാൻ കൊടുക്കുന്നത് 0 തന്നെയാണ്. ഓക്കെ, 0 ടാബ് 0 എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, സ്പെസിഫൈ അപ്പർ റൈറ്റ് കോർണർ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, എനിക്കൊരു 1600 വരുന്നൊരു ഡ്രോയിങ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ലിമിറ്റ് അപ്പർ ലിമിറ്റ് എത്ര കൊടുക്കും, 1000 ടാബ് 600 എൻ്റർ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇനി എനിക്ക് ആ ലിമിറ്റ് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ, ആ ലിമിറ്റ് എനിക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണണമെന്നുണ്ടെങ്കിൽ, ഈ മോഡൽ സ്പേസിനകത്ത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, സൂം ഓൾ കൊടുത്താൽ മതി. ഓക്കെ, Z എൻ്റർ, A എൻ്റർ. ഓക്കെ, ഇത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ലിമിറ്റ് നിങ്ങളുടെ ആ ഒരു സ്ക്രീനിനകത്ത് മോഡൽ സ്പേസിനകത്ത് കാണിക്കും. ഓക്കെ, നമുക്ക് ഡ്രോയിങ് ടൂൾസിലോട്ട് കിടക്കാം. നമ്മളെ ഫസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ ലൈനാണ്. ഓക്കെ, അപ്പോൾ ലൈനിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ L എൻ്റർ. എൻ്റർ കൊടുക്കുമ്പോൾ എന്താ ആദ്യം ചോദിച്ചിരിക്കുന്നത്, സ്പെസിഫൈ ഫസ്റ്റ് പോയിൻറ്റ്. ഒരു ഫസ്റ്റ് പോയിൻറ്റ് ഞാൻ ചൂസ് ചെയ്തു. അതിനുശേഷം ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചതിന് ശേഷം ഞാൻ 300 mm ലൈന് ഞാൻ വരയ്ക്കുകയാണ്. ഓക്കെ, 300 എൻ്റർ കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ട ലെങ്ത് അടിച്ചിട്ട് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾ എങ്ങോട്ടാണോ മൗസ് പോയിൻ്റർ വെച്ചേക്കുന്നത് ആ ഒരു സൈഡിലോട്ട് ലൈന് എൻ്റർ ആവും. ജസ്റ്റ് നോക്കിയേ, ഞാനിപ്പോൾ 300 എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, മൗസ് പോയിൻ്റർ ഏത് ആംഗിളിലാണോ ഇരിക്കുന്നത് ആ ആംഗിളിൽ എനിക്ക് ലൈൻ വന്ന് ക്ലോസ് ആവും. നിങ്ങൾക്ക് ഇത് കണ്ടോ, ഞാനിപ്പോൾ സ്ട്രൈറ്റ് ആയിട്ട് വയ്ക്കുമ്പോൾ ഒരു ഗ്രീൻ ലൈൻ, ഡോട്ടഡ് ലൈൻ വരുന്നുണ്ടോ, അതെന്ന് പറഞ്ഞാൽ പോളാർ ട്രാക്കിംഗ് ആണ്. ഇപ്പോൾ കാണിച്ചേക്കുന്നുണ്ടോ, ആംഗിൾ കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയാണ് കാണിച്ചേക്കുന്നത്. ഞാൻ ഇനി വെർട്ടിക്കലായിട്ട് വയ്ക്കുമ്പോൾ പോളാർ ട്രാക്കിംഗ് ആംഗിൾ 90 കാണിക്കും. ഇനി അതുപോലെ തന്നെ 180, 270. ഓക്കെ, ഇതുകൂടാതെ നിങ്ങൾക്ക് ആംഗിളും അല്ലാതെ കാണിക്കും. അപ്പോൾ പോളാർ ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 90 ഡിഗ്രീസിൻ്റെ ആംഗിൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അതിനാണ് പോളാർ ട്രാക്കിംഗ് ഓൺ ആക്കിയിടുന്നത്. ഓക്കെ, പോളാർ ട്രാക്കിംഗ് എങ്ങനെ ഓൺ ആക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് ബാറിൽ പോളാർ ട്രാക്കിംഗ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസേഷനിൽ പോയി എടുക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. കസ്റ്റമൈസേഷനിൽ പോയി ഇത് എനേബിൾ ചെയ്തിടുക. എനേബിൾ ചെയ്തിട്ടതിന് ശേഷം അത് യൂസ് ചെയ്യുക. ഓക്കെ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ F10 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്തിട്ടതിന് ശേഷം എനിക്കിപ്പോൾ 90 ഡിഗ്രിയാണ് കറക്റ്റ് ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങോട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം 300 എൻ്റർ കൊടുക്കും. കണ്ടോ, വളരെ ഈസിയാണ് ഈ എക്സസൈസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 90 ഡിഗ്രി വരയ്ക്കാൻ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തോ മോഡ് ഓൺ ചെയ്തിടുക. ഓർത്തോ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 90 ഡിഗ്രീസിൽ മാത്രമേ ലൈൻ വരയ്ക്കാനായിട്ട് പിന്നെ സാധിക്കത്തുള്ളൂ. കണ്ടോ, എനിക്കിപ്പോൾ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വരയ്ക്കണമെങ്കിൽ പറ്റത്തില്ല. എനിക്ക് 90 ഡിഗ്രീസിൻ്റെ മൾട്ടിപ്പിൾ, അതായത് 90, 180 ആ ഒരു ആംഗിൾസിൽ മാത്രമേ എനിക്ക് വരയ്ക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ഒരു 90 ഡിഗ്രിയിലും 90 ഡിഗ്രിയിലും അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേറെ പല ആംഗിളിലും വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോളാർ ട്രാക്കിംഗ് ഓൺ ചെയ്തിട്ടതിന് ശേഷം വരയ്ക്കുക.
അപ്പോൾ എനിക്കിപ്പോൾ പർട്ടിക്കുലറായിട്ട് ഒരു 45 ഡിഗ്രി ആംഗിളിൻ്റെ ലൈൻ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടാബ് എൻ്റർ ചെയ്തതിന് ശേഷം 45 വീണ്ടും ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ അത് ആ ലൈൻ എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയിൽ നമുക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ലെങ്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. 300 എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 45 ഡിഗ്രി ആംഗിളിൽ 300 mm ലൈന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ലൈനിൻ്റെ കേസ് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പോളിലൈൻ്റെ കേസ് നോക്കാം. ഓക്കെ, പോളിലൈൻ്റെ കമാൻഡ് എന്ന് പറഞ്ഞാൽ PLINE. ഓക്കെ, PLINE കൊടുത്തു കഴിഞ്ഞാൽ പോളിലൈന് ഓപ്പൺ ആവും. ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ഞാൻ സ്പെസിഫൈ സ്റ്റാർട്ട് പോയിൻ്റ്, ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം എനിക്ക് ലെങ്ത് ഞാനിപ്പോൾ 300 mm ആണ് കൊടുക്കുന്നത്. 300 എൻ്റർ കൊടുത്തു. ഇനി പോളിലൈൻ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഞാൻ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ പോലെ ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, 300 എൻ്റർ. ഓക്കെ, വരച്ചു. ഇനി ഞാൻ ജസ്റ്റ് ലൈൻ യൂസ് ചെയ്ത് റെക്റ്റാങ്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലൈൻ യൂസ് ചെയ്ത് വരച്ച റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇത് ഓരോന്നും ഓരോ സെഗ്മെൻ്റാണ് കണ്ടോ. പക്ഷേ നിങ്ങൾ പോളിലൈൻ യൂസ് ചെയ്ത് വരച്ചത് നോക്കിയേ സിംഗിൾ ലൈൻ ആയിരിക്കും. ഓക്കെ, അതാണ് അത് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു കേസ് കൂടെ നമുക്ക് നോക്കാം. പോളിലൈൻ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനൊരു 300 mm ലൈൻ ഞാൻ വരച്ചു. ഇനി അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. എനിക്കിവിടെ ആർക്ക് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ആർക്ക് വരയ്ക്കാം. ഓക്കെ, ജസ്റ്റ് ആർക്ക് ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കിൻ്റെ ഡയമീറ്റർ കൊടുക്കാനുള്ള ഓപ്ഷൻ കാണും. ഓക്കെ, ഞാൻ ജസ്റ്റ് 90 കൊടുത്ത് എൻ്റർ കൊടുത്തു. കണ്ടോ വീണ്ടും എനിക്ക് ആർക്കാണ് ഫോം ആയത്. എനിക്ക് വീണ്ടും ആർക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കണ്ടോ. അപ്പോൾ ലൈൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക. ജസ്റ്റ് ലൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ലൈനിൻ്റെ ഓപ്ഷൻ വരും കണ്ടോ. അവിടെ ഞാൻ വീണ്ടും 300 എൻ്റർ കൊടുത്തു. ഇനി എനിക്ക് വീണ്ടും ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആർക്ക് എടുക്കുക, ജസ്റ്റ് അതിനെ ക്ലോസ് ചെയ്ത് കൊടുക്കുക കണ്ടോ. കോംപ്ലക്സ് ഫിഗേഴ്സ് വരയ്ക്കാനായിട്ട് നമുക്ക് പോളിലൈൻ യൂസ് ചെയ്യാം. അത് ഒരു സിംഗിൾ ഒബ്ജക്റ്റായിട്ട് മെയിൻറ്റെയിൻ ആവുകയും ചെയ്യും. ഇതിന് നമുക്ക് ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഒരു പോളിലൈൻ സെലക്ട് ചെയ്തതിന് ശേഷം എക്സ്പ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. എക്സ് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും സെഗ്മെൻറ്റ്സ് ആയിട്ട് മാറും കണ്ടോ. അങ്ങനെ എനിക്ക് ഓരോ പോർഷനായിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി പോളിലൈൻ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് തിക്നെസ് കൂടുതലുള്ള ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോളിലൈൻ യൂസ് ചെയ്യും. ജസ്റ്റ് പോളിലൈൻ ഞാൻ സെലക്ട് ചെയ്തു, ഞാനൊരു സ്റ്റാർട്ട് പോയിന്റ് സെലക്ട് ചെയ്തു, 300 mm കൊടുത്തു. ഓക്കെ, ഇനി ജസ്റ്റ് ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, ഹാഫ് വിഡ്ത്തും എന്നുള്ള ഓപ്ഷനുണ്ട്. ഞാനിപ്പോൾ വിഡ്ത്തിൻ്റെ കേസ് പറയാം. വിഡ്ത്തിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യം ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ സ്പെസിഫൈ സ്റ്റാർട്ടിംഗ് വിഡ്ത്താണ് ചോദിച്ചേക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് സ്റ്റാർട്ടിംഗ് വിഡ്ത്ത് ഞാനൊരു 100 കൊടുത്തു. ഓക്കെ, 100 എൻ്റർ കൊടുത്തു. എൻ്റർ കൊടുക്കുമ്പോൾ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ, സ്പെസിഫൈ എൻഡിങ് വിഡ്ത്ത് ആണ് ചോദിച്ചേക്കുന്നത്. എൻഡിങ് വിഡ്ത്ത് ഞാനൊരു 0 കൊടുത്തു എക്സാമ്പിൾ. ഓക്കെ, 0 കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ നിങ്ങൾക്ക് ഒരു ആരോ ആണ് ഫോം ആയി കഴിഞ്ഞത്. നിങ്ങൾ 0 കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 300 തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു തിക്നെസ്സിൽ തന്നെ അങ്ങ് സ്ട്രൈറ്റ് ആയിട്ട് പോകും. ഞാനിപ്പോൾ 0 കൊടുത്തുകൊണ്ടാണ് ആരോ എനിക്ക് കിട്ടിയത് കണ്ടോ. അപ്പോൾ നമുക്ക് ആരോയുടെ റെപ്രസെൻറ്റേഷനൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പോളിലൈൻ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി എനിക്ക് ആരോ ഹെഡിൻ്റെ ലെങ്ത് എനിക്കിപ്പോൾ 203 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കതിനെ വേരി ചെയ്യാം. എനിക്കിപ്പോൾ കറക്റ്റ് 200 mm വേണമെന്നുണ്ടെങ്കിൽ 200 എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആരോ ഹെഡ് ഫോം ആവും കണ്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ടൂളിലോട്ട് പോകാം. സർക്കിൾ, ജസ്റ്റ് സി എൻ്റർ കൊടുക്കുക. സി എൻ്റർ. ഓക്കെ, സി എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെസിഫൈ സെൻറ്റർ പോയിൻ്റ് ഓഫ് ദ സർക്കിൾ. ഞാനൊരു സെൻറ്റർ പോയിൻ്റ് ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം അപ്പോൾ ആ ഡോട്ടർ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് റേഡിയസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡയമീറ്റർ ആണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഡയമീറ്റർ കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡി പ്രസ് ചെയ്ത് എൻ്റർ കൊടുക്കുക. ഓക്കെ, ഡയമീറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡയമീറ്റർ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ റേഡിയസ് നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി സ്ട്രെച്ചിൻ്റെ ഓപ്ഷൻ നമുക്ക് സർക്കിളിൽ തന്നെ ചെയ്യാമെന്നുള്ളതാണ്. ജസ്റ്റ് സർക്കിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 4 ആങ്കർ പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ആങ്കർ പോയിൻറ്റ്സ് ജസ്റ്റ് ഒരെണ്ണത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കി എക്സ്റ്റെൻഡ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ റേഡിയസ് ഇവിടെ ഞാൻ റേഡിയസ് എൻ്റർ ചെയ്യുകയാണ്. എനിക്കിപ്പോൾ ഒരു 50 ആണ് റേഡിയസ് വേണ്ടെങ്കിൽ 50 എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സർക്കിൾ 50 ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആർക്കാണ്. ആർക്ക് ഒരുപാട് ടൈപ്പ് ആർക്കുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ 3 പോയിൻ്റ് ആർക്കാണ് ഞാൻ എടുക്കുന്നത്. 3 പോയിൻ്റ് ആർക്ക് നെയിമിൽ പറയുന്നത് പോലെ തന്നെയാണ് 3 പോയിന്റിലാണ് അതിൻ്റെ ആങ്കർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു 3 പോയിൻറ്റ്സ് ഞാൻ മെൻഷൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഒരു ആർക്ക് ഫോമായി. അതിൻ്റെ ജസ്റ്റ് ആങ്കർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 3 പോയിൻ്റാണ്. നമുക്ക് ഈ ആങ്കർ പോയിൻറ്റ്സും അതിൻ്റെ ആങ്കർ പോയിൻറ്റ്സ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ കർവേച്ചർ മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ,
കർവേച്ചറും അതിൻ്റെ ലെങ്തും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതുകൂടാതെ തന്നെ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. സ്റ്റാർട്ട്, സെൻറ്റർ, എൻഡാണ്. ഓക്കെ, സ്റ്റാർട്ട്, സെൻറ്റർ, എൻഡ്. കണ്ടോ, ആ നെയിം പറയുന്നത് പോലെ തന്നെയാണ് ആ ഒരു ആർക്കിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇതും നമുക്ക് എന്ത് ചെയ്യാം, 3 ആങ്കർ പോയിൻറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് കർവേച്ചർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, പലതും പല യൂസിന് വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് സ്റ്റാർട്ട്, സെൻറ്റർ, ലെങ്ത് എന്ന് പറയുന്ന ഓപ്ഷൻ. സ്റ്റാർട്ട്, സെൻറ്റർ, ഇനി അതിൻ്റെ ലെങ്ത്, ആർക്കിൻ്റെ ലെങ്ത് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ആർക്ക് ലെങ്ത് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ആർക്കിൻ്റെ ലെങ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് എൻഡ് ഡയറക്ഷനാണ്. ഓക്കെ, സ്റ്റാർട്ട് എൻഡ് ഡയറക്ഷൻ. ഞാൻ മുകളിലോട്ടാണ് മൗസ് പോയിൻ്റർ കൊണ്ടുപോയത്, താഴോട്ട് കൊണ്ടുപോയാൽ താഴോട്ട് വരും. അപ്പോൾ ഡയറക്ഷൻ കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആങ്കർ പോയിൻറ്റ്സ് യൂസ് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ബാക്കി ടൈപ്സ് ഓഫ് ആർക്സ് നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കേസിലോട്ട് പോകാം. നമുക്ക് റെക്റ്റാങ്കിളാണ് നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത്. റെക്റ്റാങ്കിളിന് REC ആണ് കമാൻഡ് എന്ന് പറയുന്നത്. REC എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്തതിന് ശേഷം സ്പെസിഫൈ ഫസ്റ്റ് കോർണർ പോയിൻ്റ്. എനിക്ക് ഈ ഒരു പോയിൻ്റാണ് റെക്റ്റാങ്കിളിൻ്റെ കോർണർ വരേണ്ടത്. ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് കോർണർ പോയിൻ്റ് സെലക്ട് ചെയ്തതിന് ശേഷം സെക്കൻഡ് കോർണർ പോയിൻ്റ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ എനിക്കൊരു 200/100ൻ്റെ ഒരു റെക്റ്റാങ്കിളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് 200, 100 എൻ്റർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റെക്റ്റാങ്കിൾ ഫോമായി. ഇനി അതേ കേസ് തന്നെയാണ് നിങ്ങൾക്ക് സ്ക്വയറിൻ്റെ കേസ്. അപ്പോൾ സ്ക്വയർ വരയ്ക്കാനായിട്ട് സെപ്പറേറ്റ് ഓപ്ഷൻ ഇല്ല. അപ്പോൾ സ്ക്വയർ വരയ്ക്കാനായിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, റെക്റ്റാങ്കിൾ എടുത്തതിന് ശേഷം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു 200 ടാബ് 200 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സ്ക്വയർ. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എലിപ്സ് ആണ്. അപ്പോൾ ജസ്റ്റ് എലിപ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെസിഫൈ സെൻറ്റർ ഓഫ് ദ എലിപ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. ഇനി അതിനുശേഷം ഒരു സൈഡിൽ മേജർ ആക്സിസ് ആണെങ്കിൽ മേജർ ആക്സിസിൻ്റെ പകുതി കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ കാണും. മേജർ ആക്സിസിൻ്റെ പകുതി ഞാൻ 200 കൊടുക്കുകയാണ്. ഓക്കെ, 200 എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇനി മൈനർ ആക്സിസ് ഒരു 50 ആണെങ്കിൽ 50, അല്ലെങ്കിൽ 100 ആണെങ്കിൽ 100 കൊടുക്കുക. ഓക്കെ, 100 എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈനർ ആക്സിസ് എന്ന് പറഞ്ഞാൽ 200ഉം മേജർ ആക്സിസ് എന്ന് പറഞ്ഞാൽ 400ഉമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പ് നമുക്ക് എലിപ്സ് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇനി അതിനുശേഷം വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഹാച്ച് ആണ്. ഓക്കെ, ഹാച്ചിൻ്റെ കമാൻഡ് എന്ന് പറഞ്ഞാൽ HA എൻ്റർ. ഓക്കെ, HA എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ കാണും. സെലക്ട് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അല്ലാന്നുണ്ടെങ്കിൽ പിക്ക് ഇൻറ്റേർണൽ പോയിൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് രണ്ട് രീതിയിലും ചെയ്യാം. പിക്ക് ഇൻറ്റേർണൽ പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് എവിടെയാണോ ഹാച്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഇൻറ്റേർണൽ പോയിന്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. കണ്ടോ. ഓക്കെ, ഇനി സെലക്ട് ഒബ്ജക്റ്റ് ആണെങ്കിൽ സെലക്ട് ഒബ്ജക്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഹാച്ച് ആവും. ഓക്കെ, ജസ്റ്റ് എസ്കേപ്പ് കൊടുക്കുക. ഇനി ഹാച്ച് പാറ്റേൺ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹാച്ചിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ഓപ്ഷൻ വരും. കണ്ടോ, ഈ ഒരു ഓപ്ഷനിൽ ഇപ്പോൾ ഹാച്ചിൻ്റെ സ്കെയിൽ കിടക്കുന്നുണ്ടോ, 1 ആണ് കിടക്കുന്നത്. അതൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ 5 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാച്ച് കുറച്ചുകൂടെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ഹാച്ച് പാറ്റേൺ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പാറ്റേൺസ് ഉണ്ടാവും. അപ്പോൾ പല പാറ്റേൺസിൽ നിങ്ങൾക്ക് ഹാച്ച് പാറ്റേൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഗ്രേഡിയൻറ്റിൻ്റെ ഓപ്ഷൻ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ജസ്റ്റ് ഹാച്ച് പാറ്റേൺ ഡ്രോപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം ഗ്രേഡിയൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും സിമിലർ ആണ്. നമുക്ക് ഗ്രേഡിയൻറ്റ് പാറ്റേൺ ഉണ്ടാവും. ഗ്രേഡിയൻറ്റ് പാറ്റേൺ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പ് ഗ്രേഡിയൻ്റാണ് എടുക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, അപ്പോൾ ഗ്രേഡിയൻറ്റ് പാറ്റേണും ഹാച്ച് പാറ്റേൺ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക്കലി ഡ്രോയിങ് ടൂൾസിനകത്ത് വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം, റെക്ടിഫൈ ചെയ്തു തരാം. ഓക്കെ ഗൈസ്, താങ്ക് യു.